ഹലോ എല്ലാവരും ഹാപ്പിയല്ലേ? അപ്പോൾ ഇതെന്താണെന്നല്ലേ നല്ല ഉണക്കിയത്, അതായത് നമ്മളെ പുളിഞ്ചിക്ക ഉണക്കിയതാണ് കേട്ടോ. നല്ല അച്ചാറിട്ട കണക്കാക്കി ഉണക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ പുളിഞ്ചിക്കയാ ഉണക്കി അച്ചാറിട്ടേന്ന് പറയില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് പുളിഞ്ചിക്ക എടുത്ത് നല്ല നീളത്തിനരിഞ്ഞ് മുളക് പൊടി, കായ, ഉപ്പും കൂടി ചേർത്ത് ഉണക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും നമുക്ക് നല്ലെണ്ണയാണ് നല്ലത് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ടെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് എടുക്കാം. കാരണം നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു പച്ചമണം മാറുന്ന ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് മുളക് പൊടി ഒന്ന് തട്ടി കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി ആ ഒരു പച്ചമണം മാറുന്നവരെ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഇടുന്നത് ഉലുവയും ജീരകവും വറുത്ത് പൊടിച്ചതാണ്. അതിട്ടതിന് ശേഷം പിന്നെ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വിനീഗർ വേണ്ട, കാരണം ഓൾറെഡി നമുക്ക് പുളിപ്പാണ്, അത് പുളിഞ്ചിക്ക പുളിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ഓൾറെഡി ഉണക്കാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി കുഴച്ചെടുക്കുക. പിന്നെ ഇടേണ്ടത് നമുക്ക് നല്ലൊരു എൽച്ചി കായാണ് കേട്ടോ. നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണേ.